ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മൾ ഒരു കിടുക്കാഴ്ച ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതേ ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ കാറ്റൊക്കെ വീശുന്നു, ഭയങ്കരമായിട്ട് മഴ. ഇവിടെ വെയിലൊന്നും ഇല്ല കേട്ടോ, വെയിലും ഇല്ല വെട്ടവും ഇല്ല. ഉള്ള വെട്ടത്താണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ പിന്നെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വെട്ടമൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല. സാരമില്ല, നമുക്കുള്ള വെട്ടത്ത് ഭയങ്കരമായിട്ട് മഴയും വരുന്നു. അപ്പോഴും മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമുക്ക് നമ്മുടെ ടിപ്പൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ പോക്കാന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ദിവസം മഴ ചാറി തുടങ്ങി. അപ്പോഴടിപൊളി ഹോം മെയ്ഡ് കോഫി ഫേഷ്യൽ ഓയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മഴ പെയ്ത് കേട്ടോ. ഇത് നമുക്ക് അപ്പോഴും ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സാധനം, എന്തായാലും കോഫി വേണമല്ലോ. കോഫി ഫേഷ്യൽ ഓയിലാകുമ്പോൾ എന്തായാലും നമുക്ക് കോഫി വേണം. അപ്പോൾ ഇതേ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് ഇത്രയും മതി കേട്ടോ. ഇത്രയും ഒരു ചെറിയ പാക്കറ്റിൽ നമുക്ക് മതി. ഇത് വേണം, നാരങ്ങാനീര് വേണം കേട്ടോ, പിന്നെ തേൻ വേണം, ആൽമണ്ട് ഓയിൽ വേണം, ഗ്ലിസറിൻ വേണം, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. എല്ലാവരും അവിടെ ഇരിപ്പുണ്ടല്ലോ, ആരും ഓടിപ്പോയില്ലല്ലോ. ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും ഓടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ, അവിടെ തന്നെ ഇരിക്കുമല്ലയോ. ആരും ഓടിപ്പോവല്ലേ. ഇത്രയും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതും വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ കിടുക്കാഴ്ച ആ ഐറ്റം, ആ ഫേഷ്യൽ ക്രീം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫേഷ്യൽ ക്രീം അല്ലല്ലോ, ഓയിൽ. ഞാൻ കത്രികയൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് പൊട്ടിച്ചെടുക്കാം. ആദ്യം നമ്മുടെ ഈ കോഫി പൗഡർ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ചെറിയ പാക്കറ്റിൽ 2 രൂപ 5 രൂപയുടെ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഇത് മതി. ഇത് നമ്മൾ കുറേശ്ശെയാണ്, ഓയിലല്ലേ നമ്മൾ സൂപ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. മഴ ഒരു വല്ലാത്ത ഒരു രസവുമില്ല കേട്ടോ, ഒരു സുഖവുമില്ല. നമുക്ക് കോഫി പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. രാവിലെ എല്ലാവർക്കും എല്ലാം ആയോ? എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരുവിധമൊക്കെ. ഇത് നമുക്കതേ ഒരു പാക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പുറകെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നാരങ്ങാനീര് നിങ്ങൾ പിഴിയുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ പിഴിഞ്ഞ് നിങ്ങൾ വേറെ വെച്ചേക്കണം. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞ് വേറെ വെച്ചേക്കുമല്ലോ, അതുകൊണ്ട് അരിപ്പ നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ്റെ കുഞ്ഞരിപ്പയായിട്ടായിരിക്കുന്നത്, കുഞ്ഞരിപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓയിലല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ നാരങ്ങയുടെ ഈ സംഭവം ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്, അതൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ശരിയാവത്തില്ല കേട്ടോ. ഇത്തിരി ഇത് ഞാൻ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് എടുക്കുന്ന നാരങ്ങ ആയതുകൊണ്ട് കേട്ടോ. ഇത് കളയണ്ട, നിങ്ങളിങ്ങനെ ഇച്ചിരി എടുത്താൽ മതി കേട്ടോ, കളയണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേശ്ശെയല്ലേ എടുക്കത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനെ. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് മഴ വരുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് കേട്ടോ, അല്ലാതെ വേറെ ടെൻഷനൊന്നുമല്ല. മഴ വരുന്നതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ നാരങ്ങയും നമ്മൾ കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത് കേട്ടോ. ഇതേ നമ്മൾ ഗ്ലിസറിൻ എടുക്കുക കേട്ടോ. എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കാണിക്കുന്നതൊക്കെ കാണുന്നുണ്ടോ ആവും. ഇതേ നമ്മൾ എൻ്റെ ചെറിയ സ്പൂണാട്ടോ, ആ ചെറിയ സ്പൂണിനകത്തെ നമ്മൾ എടുക്കാവും. എൻ്റെ അളവ് ഈ സ്പൂണാട്ടോ. അപ്പോഴേ ഗ്ലിസറിൻ എടുത്തു. ഇനി നമുക്ക് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മഴ പെയ്യോ പിള്ളാരെ, മഴ പെയ്യോ പിള്ളാരെ. അപ്പോഴേ അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ട, അതും നമ്മൾ ഒഴിച്ചു കേട്ടോ. ആ അളവിന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് തേൻകുട്ടനെ എടുത്തില്ലല്ലോ, അവനെ നമ്മൾ എത്രാമതാണ് എടുത്തത്? നിങ്ങൾ എണ്ണിക്കോണം എത്രാമതാണ് എടുക്കുന്നതെന്ന് കേട്ടോ. വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ അവനില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല, തേൻകുട്ടനെ ഇല്ലാത്ത കേട്ടോ. അപ്പോഴത്തേണ്ട തേൻ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. നമ്മൾ തേനും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത്രയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റമിൻ ഇയെ കൂടെ അങ്ങോട്ട് തട്ടിയിടാം. എന്നിട്ട് നമുക്ക് ഇതൊരു ഓയിൽ പോലെ ആക്കി എടുക്കണം കേട്ടോ. നിങ്ങളെ എല്ലാം കൂടെ വാരി ഒന്നും കമഴ്ത്തരുത്. ഉണ്ടാക്കിയിട്ട് കുറേശ്ശെ നമ്മൾ നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ
വൈറ്റമിൻ ഇ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. ഇങ്ങനെ 10-20 വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വല്ലപ്പോഴും പിന്നെ ഓരോന്ന് എടുത്ത് പൊട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഓയിൽ കിട്ടുമല്ലോ. എനിക്കിനിപ്പോൾ ഓയിൽ വേണ്ട, നമുക്ക് ഇതേപോലെ ഞാൻ എല്ലാത്തിനും ഓരോന്ന്. പിന്നെ മുടിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 2-3 വേണമായിരിക്കും. എൻ്റെ ഈ കുഞ്ഞു മുടിക്ക് ഒരു ക്യാപ്സ്യൂളൊക്കെ മതി കേട്ടോ. ഇല്ലേ നമുക്ക് ഇതും കൂടെ കാണുന്നുണ്ടല്ലോ. എനിക്ക് കണ്ണ് കാണാൻ വയ്യാന്ന് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കണ്ണ് കാണാമല്ലോ. എനിക്ക് കണ്ണ് കാണാൻ വയ്യാന്ന് പറഞ്ഞല്ലേ. അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇല്ല, അവസാന തുള്ളിയും പോന്നു, അവൻ്റെ അവസാന ചാറും ഞാൻ ഊറ്റിയെടുത്തു. ഇനി നമുക്ക് മിക്സിങ് കേട്ടോ. ഇങ്ങനെയല്ല, നമുക്കത് കറക്റ്റാക്കി എടുക്കണം. മിക്സ് ചെയ്ത് ഓയിൽ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. വെയിറ്റ് ആൻഡ് ഇങ്ങനെ ഓയിൽ ഇല്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴും മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഞാനിങ്ങനെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ദേഷ്യം വരും. തിന്നുമ്പോൾ എന്തുവാ പിടിച്ചിരിക്കുന്നത് ഞങ്ങളെ കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം. മിക്സിങ്ങൊക്കെ തകൃതിയായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചന്നം പിന്നെ മഴ പെയ്യാനും തുടങ്ങി കേട്ടോ. നമ്മളിത്തിരി നേരം മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. ചന്നം പിന്നെ എല്ലാ നാട്ടിലും മഴയായിരിക്കും. ഞാൻ ഇന്ന് വിചാരിച്ചേ നമുക്കാണെങ്കിൽ റോസ് വാട്ടർ ഉണ്ടാക്കണമെന്ന്. ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിയൊക്കെ കഴിയുമല്ലോ. എന്നിട്ട് പിന്നെ ഇത്തിരി നേരം നമ്മൾ റെസ്റ്റ് ചെയ്തത് നമ്മളെ പൂക്കളെയൊക്കെ ഇവിടെ നിന്ന് മഴ ആയതുകൊണ്ട് മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. പൂ ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ ലവിടോട്ട് എൻ്റെ കണ്ണ് തുടക്കി. അപ്പോഴെന്താ ഒരു പനിനീർ റോസാപ്പൂ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിള്ളേരിൽ അവിടെ കേട്ടോ. ഞാൻ വിചാരിച്ചെന്നാൽ റോസ് വാട്ടർ ഉണ്ടാക്കണമെന്ന്. നോക്കട്ടെ, വൈകിട്ടങ്ങനെ ഞാൻ ഉപ്പാണെങ്കിൽ ഉണ്ടാക്കും. ഒരു പൂവേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ച് നടുന്ന റോസയുണ്ട്, അതിനകത്തൊക്കെ പൂവുണ്ട്. പക്ഷേ അതാണോ എനിക്കറിയത്തില്ല, ആ റോസയാണോ എടുക്കുന്നത്. നമ്മുടെ ഈ ചുമന്ന റോസ, പട്ട റോസ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ചുമന്ന റോസ അല്ലെങ്കിൽ ഈ റോസ എനിക്ക് അതേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ വാങ്ങിച്ച് വയ്ക്കുന്നതിനകത്തൊക്കെ പൂവുണ്ട് കേട്ടോ. അതെടുക്കാവോന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴെന്തേ നമ്മുടെ കോഫി ഫേഷ്യൽ ഓയിലൊക്കെ സെറ്റ് ഇവിടെ കണ്ടോ. സെറ്റ് ഞാൻ ദൂരെ മാറ്റി പിടിച്ചേക്കുന്ന വെള്ള നൈറ്റ് ഇട്ടേക്കുന്നത്. നമ്മുടെ കാപ്പിപ്പൊടി കുട്ടാൻ ഇതിനകത്ത് വീണ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം പോയി. എന്തോ ചെയ്താലും മാറ്റാൻ ഒക്കത്തില്ല കേട്ടോ ഈ വെള്ളയ്ക്കകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി പിടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. വെള്ളം ഇട്ടേക്കുന്നുണ്ട. എന്നിട്ടേ നമ്മൾ ഇങ്ങനെ മറ്റേതൊക്കെ പോലെ നമ്മൾ അങ്ങനെ അങ്ങ് പുരട്ടരുത് കേട്ടോ. ഇത് നമ്മൾ ഓയിലാക്കി എടുത്തേക്കില്ലേ. അപ്പോഴേ ഞാനിതിപ്പം ഇച്ചിരി ദൂരെ പിടിക്കാം, സാരമില്ല. അപ്പോൾ നമ്മളെ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സ് ശരിയായി കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലേ. ഇതേ നമ്മുടെ ആ ഇത് ഓയിൽ കറക്റ്റായി ഇങ്ങനെ. എന്നിട്ട് ഇത് നമ്മളങ്ങ് വാരി തൂക്കരുത്. നിങ്ങൾ ഇങ്ങനെ കാണിക്കാം. നമ്മൾ മുഖത്തിടുവാണേലും ഇത് കേട്ടോ, മുഖത്തിടുവാണേലും ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടണം കേട്ടോ. ഇങ്ങനെ ഇടണം, അല്ലാതെ നമ്മൾ വാരി അങ്ങ് നിങ്ങൾ തൂക്കരുത് കേട്ടോ. ഓയിൽ മാതിരിയല്ലേ നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുഖത്തും ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റ് 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുടച്ച് മാറ്റി ഒക്കെ ചെയ്യും. എനിക്ക് കാപ്പിപ്പൊടിയുടെ ഭയങ്കര ഇഷ്ടം, നല്ല മണം. ഇതിങ്ങനെ നമുക്ക് മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം വന്ന് ഇങ്ങനെ നമുക്ക് മുഖത്തൊക്കെ കഴുത്തേൽ കേട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ എനിക്കിനി കുഞ്ഞുമാരുള്ള വീടുകളിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം പിള്ളേർ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കാമല്ലോ. അത് നല്ലതല്ലേ. നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതിനെക്കാട്ടിലും ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി എടുക്കത്തുള്ളൂ. അതാണെങ്കിൽ ഈ കുഞ്ഞുമാരിങ്ങനെ മരുന്ന് പിടിക്കത്തില്ലേ സ്പില്ലറിനകത്ത്, അത് നോക്കട്ടെ. അപ്പുറത്തെങ്ങാനും ചോദിക്കുക. അവിടെയൊക്കെ പീക്കറി പിള്ളേരുണ്ട് കേട്ടോ. അവരുടെ എങ്ങാനും ഒന്ന് തപ്പിയെടുക്കണം ഞാൻ വിചാരിച്ചേ. ഇതിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തല്ലോ. അപ്പോഴും ചെറിയ നമുക്ക് ബോട്ടിലിനകത്ത് ഞാൻ പറഞ്ഞ അതേമാതിരി കുഞ്ഞ് സ്പില്ലറൊക്കെ ഇടുന്ന ആ കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഇറ്റിച്ച് എടുത്ത് നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ഇടാം കേട്ടോ.
ഇങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അവിടെ കയ്യിലും ഇത് ഇങ്ങനെ നമുക്ക് കയ്യിലുമൊക്കെ നിങ്ങൾ തൂത്ത് കൊടുക്കണം കേട്ടോ. ഒത്തിരി വാരിയുണ്ട് ഇതങ്ങ് ഇങ്ങനെ. ഇതിപ്പോൾ സ്പൂണിലായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് കിട്ടിയത് കേട്ടോ. ഇങ്ങനെ നമുക്ക് അത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ നിങ്ങളങ്ങ് ചൂടുവെള്ളത്തിലൊന്നും നമ്മൾ മുഖം കഴുകരുത്, സോപ്പ് ഇടരുത്. ഇങ്ങനെയാണ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ? ആൽമണ്ട് ഓയിൽ തന്നെ വേണം കേട്ടോ. എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വേറെ നമ്മുടെ ബേബി ഓയിലൊക്കെ വെച്ചായിരുന്നു ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് ഈ സംഭവം. അതിന് ഓരോ കൂട്ടിനും ഓരോ ഇതുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടുള്ള എണ്ണകളാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും കറക്റ്റ് ആയെങ്കിലല്ലേ അതിൻ്റെ ആ ഒരു കൂട്ട് കറക്റ്റ് ആവത്തുള്ളൂ. പക്ഷേ ഞാനത് മറ്റേതായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ബേബി ഓയിലാണല്ലോ ഞാൻ കൂടുതലും. ഇതില്ലാത്ത സമയത്ത് ഞാൻ അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. ഈ ആൽമണ്ട് ഓയിൽ തന്നെ ഇട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് പിഗ്മെൻറ്റേഷൻ അകറ്റാൻ, സൺടാൻ ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല മുഖത്തിന് നല്ല തെളിച്ചവും വെളിച്ചവും ഉണ്ടാവും. ഇരുണ്ട മൂടിയൊക്കെ ഇരുന്ന മുഖമൊക്കെ നമുക്ക് നല്ല തെളിച്ചവും ഉണ്ടാവും കേട്ടോ. എത്ര വാട്ടെന്നൊക്കെ പറയും, ബൾബിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ, പ്രകാശമുണ്ടല്ലോ, അതുപോലെ മിന്നിയൊക്കെ ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കത്തും കേട്ടോ. മുഖമൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് പ്രകാശിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ എനിക്ക് അതുകൊണ്ടായി കേട്ടോ ഇങ്ങനെ ഈ പവർ കൂടുതലുള്ള ബൾബായതുകൊണ്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നത് കേട്ടോ. ചില സമയത്ത് വോൾട്ടേജ് അങ്ങ് കുറയും കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരിക്കും ചില സമയത്ത് ഇരിക്കുന്നത്. ചില സമയത്ത് അങ്ങോട്ട് ഭയങ്കര വോൾട്ടേജ് കൂടുമ്പോൾ അങ്ങോട്ട് പവറും കൂടുമല്ലോ നമുക്ക് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ നിങ്ങൾ ഇത് തൂത്തിട്ട് നിന്നാൽ മതി. നമുക്ക് കഴുകി മാറ്റി തുടച്ച് മാറ്റി ഒക്കെ ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്നോ എന്നറിയുന്നു. പിന്നെ ഓണത്തിന് മുളകും മല്ലിയൊക്കെ ഞാൻ പെൺപിള്ളേരോടാണ് ചോദിക്കുന്നത്. മുളകും മല്ലിയൊക്കെ പൊടിച്ചോ? അതൊക്കെയല്ലേ നമുക്ക് ഇങ്ങനെ ചോദിക്കാനുള്ളൂ. എന്നിട്ട് നിങ്ങൾ പിന്നെ ഓണക്കോടിയൊക്കെ എടുത്തോ? എല്ലാം സ്റ്റിച്ചൊക്കെ ചെയ്തോ? തുണികളെടുത്തവരാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തോ? ഇതൊക്കെ അറിഞ്ഞാൽ പോരെ നമുക്കല്ലേ. പിന്നെ ഉപ്പേരിയൊക്കെ വറക്കാൻ കൊലയൊക്കെ വാങ്ങിച്ചോ? ഇപ്പോഴേ നമ്മൾ അത്തം ആയില്ലല്ലോ. അത്തം വെള്ളിയാഴ്ച ശനിയാഴ്ച കണ്ട അത്തപ്പൂവൊക്കെ ഇടുമോ നിങ്ങൾ? അപ്പോൾ നമ്മൾ അത്തമൊക്കെ ഇടാറുണ്ട്. ഇപ്രാവശ്യം ഇവിടെ ആയിരിക്കും നമ്മളിടുന്നത്. പക്ഷേ ഈ മഴയുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോർച്ചിലായിരുന്നു പിന്നെ അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ വണ്ടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വലുതായിട്ട് ഇടുമായിരുന്നു. അടിപൊളി പൂക്കളമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു. നമ്മുടെ മിന്നാമിന്നിപ്പൂവൊക്കെ ഉണ്ടല്ലോ, മിന്നാമിന്നിപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഒരു 3 കളർ നമുക്കുണ്ടായിരുന്നു. അമ്മയും എൻ്റെ പിയെയും കൂടെ പിന്നെ പോച്ചപ്പറി ഇങ്ങനെ ഏറ്റെടുത്തതോടുകൂടി അവിടെ നിന്ന് ചെടികളും എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് ഇപ്രാവശ്യം നമുക്ക് പൂവൊക്കെ കുറവാണ്. കൊച്ചന്നേരം പറയുന്ന അമ്മയെ നമ്മളെന്തോ എടുത്ത് വെച്ച് ഇന്ന് ഇപ്രാവശ്യം അത്തപ്പൂവൊക്കെ ഇടും. പക്ഷേ ശംഖുപുഷ്പം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. നീല ശംഖുപുഷ്പം ഒരുപാടുണ്ട്. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. എല്ലാവരും അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളിവിടെ വാങ്ങിക്കത്തൊന്നുമില്ല, പൂ അങ്ങനെ വാങ്ങിക്കത്തില്ല. ഇതൊക്കെ വെച്ച് തന്നെ നമ്മൾ അത്തപ്പൂ ഇടുന്നത് കേട്ടോ. എന്തായാലും അത്തപ്പൂ ഇടും നമ്മൾ കേട്ടോ. അപ്പോഴേ നമുക്ക് അത്തപ്പൂവിൻ്റെയൊക്കെ ഇങ്ങനെ ഷോർട്ടൊക്കെ ഇടുന്നത് അല്ലേ, നല്ലതാണ്. അല്ല അപ്പോഴെല്ലാവരും കുഞ്ഞുമക്കളൊക്കെ ഉള്ളിടത്തൊക്കെ അത്തപ്പൂവൊക്കെ ഇടണം. മടിച്ചിരിക്കരുത് കേട്ടോ, നല്ല രസമല്ലേ. അപ്പോഴും മഴയൊക്കെ തറയെ വീഴും, പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പും ഇതൊക്കെ നിങ്ങൾ നമ്മുടെ കോഫി ഫേഷ്യൽ ഓയിൽ ചെയ്ത് നോക്കണം. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. വെട്ടം കിട്ടത്തില്ല. ഞാൻ എന്നെ കാണുന്നുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം കേട്ടോ. വെട്ടമൊന്നുമില്ല, ഉള്ള വെട്ടത്തൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ അങ്ങ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.